Hi students, Alternating Current AC എന്നുള്ള ചാപ്റ്ററിൻ്റെ സെക്കൻഡ് വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ എ സിയുടെ ഇൻട്രൊഡക്ഷൻ ആയിരുന്നു ലാസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ഇനി നമുക്ക് ഓരോ ഇൻസ്ട്രുമെൻറ്റിലേക്ക്, ഓരോ കമ്പോണൻസിലേക്ക്, റെസിസ്റ്റർ, കപ്പാസിറ്റർ, ഇൻഡക്ടറിലേക്ക് എ സി സോഴ്സ് കണക്ട് ചെയ്താൽ എങ്ങനെ വർക്ക് ചെയ്യും എന്നാണ് പറയുമ്പോൾ. ഓക്കെ, വെൽ ഫസ്റ്റ് ഓഫ് ആൾ ഫസ്റ്റ് കേസായിട്ട് നമുക്ക് ഇത് ഡിസ്കസ് ചെയ്യാം. ദ എ സി വോൾട്ടേജ് അപ്ലൈഡ് ടു എ റെസിസ്റ്റർ. First case. Okay, see we have a figure like this, a resistor connected to AC. Okay, AC source. Okay, that means that the voltage is V is equal to Vm sin omega t. So the applied voltage at any instant of time, the applied voltage across the resistor is V is equal to Vm sin omega t. That will be equation number 1. Then we have to find the current in that particular case. By Ohm's law, I can write current is equal to voltage by resistance. So I is equal to V by R. V is Vm sin omega t by R. Again current, the maximum value of current. So I can write I is equal to Im sin omega t, where Im is equal to Vm by R. Let it be equation number 2, and V is equal to Vm sin omega t is the equation number 1, and this is equation number 2. So we have the equations for voltage and current. If you compare these two equations, voltage and current, എന്താ മനസ്സിലാക്കാൻ പറ്റും? ഈ വോൾട്ടേജിൻ്റെ കറണ്ടിൻ്റെ ഇക്വേഷൻസ് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് മനസ്സിലാക്കാൻ പറ്റുക? രണ്ട് ഫംഗ്ഷൻസും ഒരുപോലെയാണ്. സൈൻ ഒമേഗ ടി ഫംഗ്ഷൻ, കറണ്ടിനും സൈൻ ഒമേഗ ടി ഫംഗ്ഷൻ. സോ ഒമേഗ ടി ഫേസും സെയിം ആണ്. ഫേസ് എന്ന സൈൻ ഓഫ് ബാക്കി വരുന്ന ആർഗ്യുമെൻ്റ് ഓഫ് സൈൻ ഒമേഗ ടി ആണ്. വോൾട്ടേജിൻ്റെ കേസിലും അത് തന്നെയാണ്, കറണ്ടിൻ്റെ കേസിലും അത് തന്നെ. സോ ദേ ഹാവ് സെയിം ഫേസ്. സോ കമ്പയറിംഗ് ദീസ് ടു ഇക്വേഷൻസ് വി can say, comparing voltage and current, we can say that voltage and current having same phase. That means there is no phase difference. Delta phi is equal to 0. ഇതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. That means current and voltage in resistor connected in AC, the current and voltage are varying simultaneously. They are attaining their peak value at the same time. They are attaining their zero value at the same time. ഇതെല്ലാം നെഗറ്റീവ് വാല്യൂ at the same time. ഇതെല്ലാം ഒരേ സമയത്താണ്. വോൾട്ടേജിനും കറണ്ടിനും പോസിറ്റീവ് വാല്യൂ വരുന്നതും നെഗറ്റീവ് വാല്യൂ വരുന്നതൊക്കെ ഒരേ സമയത്താണ് എന്നാണ് കിട്ടിയിരിക്കുന്നത്. സോ ഇഫ് യു ആർ ഡ്രോയിങ് എ ഗ്രാഫ് കണക്റ്റിംഗ് വോൾട്ടേജ് ആൻഡ് ടൈം ഓർ കറണ്ട് ആൻഡ് ടൈം ഇൻ ദ സെയിം ഗ്രാഫ് യു ക്യാൻ ഡ്രോ ഓൾ ദീസ് ടു തിങ്സ്. വോൾട്ടേജിൻ്റെ കറണ്ടിൻ്റെ വാരിയേഷൻ ഒരേ ഗ്രാഫിൽ നമ്മൾ കാണിക്കാൻ, എക്സ് ആക്സിൽ ടൈമും വൈ ആക്സിൽ വോൾട്ടേജ് ഓർ കറണ്ട് എടുത്തു കഴിഞ്ഞാൽ, സോ വി ക്യാൻ ഹാവ് എ ഗ്രാഫ് ലൈക്ക് ദിസ്. സോ ഇറ്റ് സ്റ്റാർട്ടിംഗ് ഫ്രം 0 ആൻഡ് ഇൻക്രീസിങ്, വോൾട്ടേജ് is increasing, at the same time current is also increasing and voltage is decreasing and current is decreasing to 0, then they are taking their negative values. Okay, ഇതാണ് graphical representation of current or voltage in resistive circuit, resistor മാത്രമുള്ള സർക്യൂട്ടിലെ കേസ്. So we can have one more representation other than this graphical representation, that is known as phasor diagram. അതാണ് നിങ്ങളോട് ഇനി പുതുതായിട്ട് പറഞ്ഞു തരാൻ. ഫേസർ ഡയഗ്രാം എന്താണ്? ഫേസേഴ്സ് എന്ന് പറഞ്ഞാൽ, ഫേസർ എന്ന് പറഞ്ഞാൽ അർത്ഥം ദേ ആർ റൊട്ടേറ്റിംഗ് വെക്ടേഴ്സ് വിച്ച് റൊട്ടേറ്റ്സ് അബൌട്ട് an origin with an constant angular speed ഒമേഗ. ഓക്കെ, അങ്ങനെയുള്ള റൊട്ടേറ്റിംഗ് വെക്ടേഴ്സിനെയാണ് ഫേസർ എന്ന് പറയുന്നത്. അവർ ലെങ്ത് ഫിക്സഡ് ആണ്, അവർ കണ്ടിന്യൂസ് ആയിട്ട് ആൻറ്റി ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വെക്ടേഴ്സാണ് വിത്ത് എ ഫിക്സഡ് ആംഗുലാർ വെലോസിറ്റി ഒമേഗ. ഈ ഫേസേഴ്സിൻ്റെ പ്രത്യേകത, ഫേസർ വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ, ഫേസേഴ്സ് എന്ന് പറഞ്ഞാൽ റൊട്ടേറ്റിംഗ് വെക്ടേഴ്സ് ആണ്. അവരുടെ പ്രത്യേകത അറ്റ് എനി ഇൻസ്റ്റൻറ്റ് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഇൻസ്റ്റൻറ്റിൽ വെർട്ടിക്കൽ കമ്പോണൻറ്റ് ഓഫ് ഫേസർ ഇൻഡിക്കേറ്റ്സ് ഇറ്റ്സ് ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ആൻഡ് ദ ലെങ്ത് ഓഫ് ദ ഫേസർ ഇൻഡിക്കേറ്റ്സ് ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ്, പീക്ക് വാല്യൂ. ലെങ്ത് ഓഫ് ദ ഫേസർ ഇൻഡിക്കേറ്റ്സ് ഇറ്റ്സ് പീക്ക് വാല്യൂ ആൻഡ് വെർട്ടിക്കൽ കമ്പോണൻറ്റ് ഓഫ് ദ ഫേസർ അറ്റ് എൻ ഇൻസ്റ്റൻറ്റ് ഗിവ്സ് ദ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ഓഫ് ദാറ്റ് പർട്ടിക്കുലർ ഫേസർ. ഓക്കെ, ഇതാണ് പ്രത്യേകത. ദ ഡയഗ്രാം റെപ്രസെൻറ്റിംഗ് ദ ആൾട്ടർനേറ്റ് വോൾട്ടേജ് ആൻഡ് കറണ്ട് യൂസിങ് ഫേസർ ഇസ് ഗോയിങ് ടു എക്സ്പ്ലെയിൻ. ഓക്കെ, അതായത് നമ്മളിവിടെ കറണ്ടിനെയും വോൾട്ടേജിനെയും റൊട്ടേറ്റിംഗ് വെക്ടേഴ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. കറണ്ടും വോൾട്ടേജും വെക്ടർ അല്ല, നമുക്കറിയാം, സ്കേലർ ക്വാണ്ടിറ്റീസ്. സോ ദേ ആർ ടേക്കൺ ആസ് റൊട്ടേറ്റിംഗ് വെക്ടേഴ്സ് ഓർ ഫേസേഴ്സ്. ആ വോൾട്ടേജ് കറണ്ടും തമ്മിലുള്ള റിലേഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ്, അവരുടെ ഫേസ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് നമ്മൾ അവരെ ഫേസേഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. വെൽ, നോക്കാം.
നമുക്ക് വോൾട്ടേജിനെ നമുക്കറിയാം റെപ്രസെൻ്റ് ചെയ്യുന്നു വി സിക്കൽ വി എം സൈൻ ഒമേഗ ടി, കറണ്ടിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഐ സിക്കൽ ടു ഐ എം സൈൻ ഒമേഗ ടി അല്ലേ. ആ കറണ്ടിന് നമുക്ക് ഒരു ഫേസിൽ ഒരു വ്യത്യാസം കൊടുക്കാം, ഐ സിക്കൽ ഐ എം സൈൻ ഒമേഗ ടി പ്ലസ് ഫൈ. അപ്പോഴാണ് നമുക്ക് കറണ്ടും വോൾട്ടേജും തമ്മിൽ ഒരു ഫേസ് ഡിഫറൻസ് ഉണ്ട് എന്ന് പറയാൻ പറ്റും. ഇപ്പോൾ കറണ്ട് വോൾട്ടേജ് തമ്മിൽ ഒരു ഫേസ് ഡിഫറൻസ് ഉണ്ട്, എത്രയാണ്? ഫൈ. മനസ്സിലാവുമല്ലോ? ഓക്കെ. ഇനി ഈ കറണ്ടിങ് വോൾട്ടേജിനെ നമ്മൾ റൊട്ടേറ്റിംഗ് വെക്ടേഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്തു. നൗ ദ phases are V and I, and this V and I are represented by voltage phasor is represented by capital letter V with a vector symbol, and current phasor is represented as capital letter I with a vector symbol, or they can be expressed in bold letters, right? ഇനി നോക്കൂ, ഈ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിൽ ഉള്ളതുപോലെ നമുക്കതിനെ ഫേസർ ഡയഗ്രം യൂസ് ചെയ്ത് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. സോ വി വിൽ ഡ്രോ ടു മ്യൂച്വലി പെർപെൻഡിക്കുലർ ലൈൻസ്, and the horizontal line is the reference line, okay, reference line. Then voltage in current in at any instant ulla phase nu parayna omega t aanu, okay. So aa t nu parayna time aanu, appo initial time t 0 koduttal they will start from the reference line. Ee reference line nanu start cheya voltage, both voltage and current, okay. പക്ഷേ വോൾട്ടേജിന് v സിക്കൽ വി എം സൈൻ ഒമേഗ ടി എന്നാണ്. അപ്പോൾ t 0 കൊടുത്താൽ അതിൻ്റെ ഇനീഷ്യൽ വോൾട്ടേജ് 0 ആണ്. അറ്റ് ദ സെയിം ടൈം കറണ്ടിന് ഐ സിക്കൽ ഐ എം സൈൻ ഒമേഗ ടി പ്ലസ് ഫൈവ് എന്നാണ്. ടിക്ക് 0 കൊടുത്താലും സൈൻ ഫൈവ് എന്നുകൊണ്ട് ബാക്കിയുണ്ടാവും. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ഹാവിങ് എൻ ഇനീഷ്യൽ ഫേസ്. ആർക്ക്? കറണ്ടിന്. എനിവേ നമുക്ക് ഇങ്ങനെ ആ ഫിഗറിനെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. വോൾട്ടേജ് ഒരു കറണ്ടിനെ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നോക്കൂ, വോൾട്ടേജ് കറണ്ട് എന്നുള്ള ഈ രണ്ട് ഫേസേഴ്സിനെ നമുക്ക് വരയ്ക്കാൻ പറ്റും. ഇതാ നോക്കൂ, വി എന്നുള്ള വെക്ടറും അതുപോലെ ഐ എന്നുള്ള വെക്ടറും. വി എന്നുള്ള വെക്ടറിൻ്റെ ഫേസ് ഒമേഗ ടി ആണ്. ഐ എന്നുള്ള വെക്ടറിൻ്റെ ഫേസ് ഒമേഗ ടി അല്ല, ഒമേഗ ടി പ്ലസ് ഫൈവ് ആണ്. അതുകൊണ്ട് തന്നെ വിനേക്കാളും കുറച്ച് മുന്നിലാണ് ആരുള്ളത്? കറണ്ട് ഫേസർ ഉള്ളത്. ശരിയല്ലേ? യെസ്. ഇനി ആ രണ്ട് ഫേസേഴ്സിൻ്റെ കേസിൽ അവരുടെ വെർട്ടിക്കൽ കമ്പോണൻറ്റ് അവരുടെ ടിപ്പിൽ നിന്ന് ഇങ്ങനെ ഡോട്ടർ ലൈൻ കണ്ടില്ലേ, ആ വെർട്ടിക്കൽ കമ്പോണൻ്റ് ആണ് ആ വോൾട്ടേജിൻ്റെയോ കറണ്ടിൻ്റെയോ ആ സമയത്തെ വാല്യൂ. ആ വെർട്ടിക്കൽ കമ്പോണൻറ്റിൻ്റെ വാല്യൂ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ വി എം സൈൻ ഒമേഗ ടി, അതേപോലെ കറണ്ടിൻ്റെ കേസിൽ ഐ എം സൈൻ ഒമേഗ ടി. വെൽ, ഇതാണ് ഫേസറിനെ റെപ്രസെൻ്റ് ചെയ്യാനുള്ള മെത്തേഡ്. ഇനി ഇതേ ഫേസർ ഡയഗ്രം നമുക്ക് റെസിസ്റ്ററിൻ്റെ കേസിലും നമുക്ക് വരയ്ക്കാൻ പറ്റും. ഓക്കെ, ആ റെസിസ്റ്ററിൻ്റെ കേസിൽ നമ്മൾ ഫേസർ ഡയഗ്രം വരച്ചു കഴിഞ്ഞാൽ ഇതേപോലെ കറണ്ടും വോൾട്ടേജിനും ഫേസ് ഡിഫറൻസ് ഇല്ലല്ലോ. അപ്പോൾ രണ്ടും കറണ്ട് ആൻഡ് വോൾട്ടേജ് ഫേസസ് കോയിൻസൈഡിങ് ആയിട്ട് കാണാൻ പറ്റും, കാരണം ദേ ആർ ഇൻ സെയിം ഫേസ്. അതുകൊണ്ട് തന്നെ റെസിസ്റ്ററിൻ്റെ ഫേസർ ഡയഗ്രം വരച്ചു കഴിഞ്ഞാൽ കറണ്ടും വോൾട്ടേജും കോയിൻസൈഡിങ് ആയിട്ട് കാണാം, ഒരേ ലൈനിൽ കാണാൻ പറ്റും. ആൻഡ് ദേ വിൽ ബി റൊട്ടേറ്റിംഗ് ഇൻ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ വിത്ത് കോൺസ്റ്റൻറ്റ് സ്പീഡ്. അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യം കറണ്ട് ആൻഡ് വോൾട്ടേജ് ആർ ഇൻ സെയിം ഫേസ് എന്നാണ്. അപ്പോൾ സെയിം ഫേസ് അല്ലാത്ത കേസിൽ കറണ്ടും വോൾട്ടേജും അവരുടെ തമ്മിൽ ഒരു ഫിക്സഡ് ആംഗിൾ ഉണ്ടായിരിക്കും എന്നർത്ഥം. ഓക്കെ, സോ വി ക്യാൻ ഹാവ് ദ ഫേസർ ഡയഗ്രം ഫോർ റെസിസ്റ്റേഴ്സ്. നോക്കൂ, ഇതാണ് റെസിസ്റ്ററിൻ്റെ കേസിലുള്ള ഫേസർ ഡയഗ്രം. വെൽ, ഇനി നമുക്ക് റെസിസ്റ്ററിൻ്റെ കേസിലുള്ള ഇൻസ്റ്റൻറ്റേനിയസ് പവർ എത്രയായിരിക്കും നോക്കാം. എ സി അപ്ലൈ ചെയ്താൽ റെസിസ്റ്ററിൻ്റെ ക്രോസ് സൈഡിലുണ്ടാവുന്ന ഇൻസ്റ്റൻറ്റേനിയസ് പവർ. ഇൻസ്റ്റൻറ്റേനിയസ് പവർ ഇൻ എ റെസിസ്റ്റർ ഇസ് power is equal to instantaneous voltage into instantaneous current, right? Therefore, instantaneous voltage is Vm sin omega t, instantaneous current is Im sin omega t, right? Therefore, we will have Vm into Im into sin square omega t, right? And it can also be written as P is equal to I square R format law, V square by R format law. നമുക്ക് എഴുതാൻ പറ്റും. ഇതാണ് instantaneous power. Then average power in resistor. Average power in resistor കണ്ടുപിടിക്കുന്നത് നമ്മൾ പീരിയോഡിക് ഫംഗ്ഷൻ ആയതുകൊണ്ട്, ഈ ഫംഗ്ഷൻ പീരിയോഡിക് ആയതുകൊണ്ട് അല്ലേ, ഇൻസ്റ്റൻറ്റേനിയസ് പവറിൻ്റെ ഇക്വേഷൻ നമുക്ക് കിട്ടിയ എന്താ? വി എം ഇൻറ്റു ഐ എം ഇൻറ്റു സൈൻ സ്ക്വയർ ഒമേഗ ടി. അതിലൊരു സൈൻ ഫംഗ്ഷൻ വരുന്നില്ലേ. ഇപ്പോൾ ഇതൊരു ആവറേജ് കാണേണ്ടത് പീരിയോഡിക് ഫംഗ്ഷൻ നമ്മൾ നേരത്തെ ക്ലാസ് തുടങ്ങിയപ്പോൾ ആവറേജ് കാണുന്ന മെത്തേഡ് ചെയ്തില്ലേ ഫസ്റ്റ് വീഡിയോയിൽ, അതുപോലെയാണ് ചെയ്യേണ്ടത്. നോക്കാം. ആവറേജ് പവർ ഇൻ റെസിസ്റ്റീവ് സർക്യൂട്ട്, ആവറേജ് പി ഇസ് ഈക്വൽ ടു, നമുക്ക് ആവറേജ് കാണുന്ന മെത്തേഡിലേക്ക് വരാം. വി എം ഇൻറ്റു ഐ എം ഇൻറ്റു പിന്നെന്താ വരിക? വി എം ഇൻറ്റു ഐ എം ഇൻറ്റു ആവറേജ് ഓഫ് സൈൻ സ്ക്വയർ ഒമേഗ ടി എന്ന് വരും.
ഓക്കെ, ആവറേജ് സൈൻ സ്ക്വയർ ഒമേഗ ടി എങ്ങനെ കാണും? ഓക്കെ, എങ്ങനെ കാണാൻ പറ്റും? വി എം ഇൻറ്റു ഐ എം ഇൻറ്റു ഇൻ്റഗ്രൽ 1/t ഇൻ്റഗ്രൽ ഓഫ് 0 to t സൈൻ സ്ക്വയർ ഒമേഗ ടി ഡി ടി. ഈ സൈൻ സ്ക്വയർ ഒമേഗ ടി ഡി ടിയുടെ ഇൻ്റഗ്രൽ ഓഫ് 0 to 1/t ഇൻ്റഗ്രൽ ഓഫ് 0 to t സൈൻ സ്ക്വയർ ഒമേഗ ടി ഡി ടിയുടെ ഇൻ്റഗ്രേഷൻ റിസൾട്ടാണ് 1/2. ഓക്കെ, സോ വിൽ ഹാവ് Vm into Im by 2. Vm into Im by 2. Then this equation can be written as Vm by root 2 into Im by root 2 എന്ന് എഴുതാം. Because root 2 into root 2 is 2. What is Vm by root 2? VRMS. What is Im by root 2? IRMS. So we can have average power is equal to VRMS into IRMS. Okay, and it can also be written as average power is equal to IRMS square into R or VRMS square by R. ഇങ്ങനെയും നമുക്ക് എഴുതാം. ഇതാണ് ആവറേജ് പവർ ഇൻ റെസിസ്റ്റീവ് സർക്യൂട്ട്സ്. ഇതാണ് ഒരു AC സർക്യൂട്ടിൽ റെസിസ്റ്റർ കണക്ട് ചെയ്താലുള്ള പ്രത്യേകതകൾ. സോ വി ഹാവ് ഡിസ്കസ് ദ ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ കറണ്ട് ആൻഡ് വോൾട്ടേജ്. ഇൻ റെസിസ്റ്റീവ് സർക്യൂട്ട് ദർ ഇസ് നോ ഫേസ് ഡിഫറൻസ്. Then we have discussed the phasor diagram for resistor. Then the instantaneous power in resistor and average power in resistor. ഈ ആവറേജ് പവർ ഇൻ റെസിസ്റ്റർ കിട്ടിയപ്പോൾ നമുക്ക് കിട്ടിയൊരു പ്രത്യേകത, നമുക്ക് സാധാരണ ഡി സിയിൽ നമ്മൾ പവറിന് ഇക്വേഷൻ എഴുതുന്ന അതുപോലെയുള്ള ഇക്വേഷൻസ് ആക്കിയിട്ട് ഡി സിയിൽ പവർ ഇസിക്കൽ വി ഇൻറ്റു ഐ ഓർ പി ഇസിക്കൽ വി സ്ക്വയർ ബൈ ആർ ഓർ പി ഇസിക്കൽ ഐ സ്ക്വയർ ഇൻറ്റു ആർ. ഇതേ ഫോർമാറ്റിലുള്ള ഇക്വേഷൻസ് ആണ് നമുക്ക് റെസിസ്റ്ററിൻ്റെ കേസിൽ കിട്ടിയിരിക്കുന്നത്. ഇതാ നോക്കൂ, എന്താണ് ആവറേജ് പവർ ഇസ് ഇക്വൽ ടു വി ആർ എം എസ് ഇൻറ്റു ഐ ആർ എം എസ് ജസ്റ്റ് ലൈക്ക് വി ഇൻറ്റു ഐ. അതുപോലെ പി ഇസ് ഇക്വൽ ടു ഐ ആർ എം എസ് സ്ക്വയർ ഇൻറ്റു ആർ ജസ്റ്റ് ലൈക്ക് ഐ സ്ക്വയർ ആർ. അതുപോലെ ആവറേജ് പവർ ഇസ് ഇക്വൽ ടു വി ആർ എം എസ് സ്ക്വയർ ബൈ ആർ ജസ്റ്റ് ലൈക്ക് വി സ്ക്വയർ ബൈ ആർ. സോ ഇൻ ഹീറ്റിംഗ് എഫക്റ്റ് or in resistive circuit, AC and DC behaves in a similar way. But the only difference is in DC നമ്മളൊരു വോൾട്ടേജ് എടുക്കുന്ന അതേ വാല്യൂ ഉള്ള RMS വാല്യൂ ഉള്ള AC ആണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതെന്ന് മാത്രം. ഡി സിയുടെ അതേ ഹീറ്റിംഗ് എഫക്റ്റോ ഡി സിയുടെ അതേ ആവറേജ് പവറോ കിട്ടണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എ സിയുടെ ഏത് വാല്യൂ ആണ് സെലക്ട് ചെയ്യേണ്ടത്? ഡി സിക്ക് ഇക്വലൻ്റ് ആയിട്ടുള്ള RMS വാല്യൂ ഉള്ള എ സി സെലക്ട് ചെയ്താൽ നമുക്ക് ഡി സിയുടെ അതേ എഫക്റ്റാണ് എ സിയിൽ ലഭിക്കുക എന്നർത്ഥം. ദാറ്റ് മീൻസ് RMS values are the equivalence of DC voltage and current. So RMS values of voltage and current are the DC equivalents of AC voltage. ACയുടെ DCക്ക് തത്തുല്യമായിട്ടുള്ള വോൾട്ടേജ് കറണ്ട് വാല്യൂസ് ആണ് VRMSും IRMSും. So it's only applicable for resistive circuit. ഇതുപോലെ ഈ റെസിസ്റ്ററിൽ ചെയ്ത അതുപോലെ തന്നെ നമ്മൾ ഇനി ഇൻഡക്ടറിൽ അതുപോലെ കപ്പാസിറ്ററിൽ ഇതേ മെത്തേഡിൽ കറണ്ട് വോൾട്ടേജ് ഫേസ് ഡിഫറൻസ്, ഫേസർ ഡയഗ്രം, ഇൻസ്റ്റന്റേനിയസ് പവർ, ആവറേജ് പവർ ആണ് കാണുന്നത്. അത് നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സിൽ നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.